TSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൽ നിന്നും 7ാമത്തെ മൊഡ്യൂളിലെ ചെക്ക്, ടൈപ്പ് ഓഫ് ചെക്ക്, ക്രോസിംഗ് ഓഫ് ചെക്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോസിംഗ്, ടൈപ്സ് ഓഫ് ക്രോസിംഗ്, മാർക്കിംഗ് ഓഫ് ചെക്ക്, മെറ്റീരിയൽ ഓൾട്ടറേഷൻ ഇതെല്ലാമാണ്. കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട്. ഒക്ടോബർ 23-നാണ് ആ എക്സാം നടക്കാൻ പോകുന്നത്. കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിനും CSEB എക്സാമുകൾക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രൊമിസറി നോട്ട്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചെക്കിനെ കുറിച്ചാണ്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ചെക്ക്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 6-ലാണ് ചെക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 6 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ഡിഫൈൻസ് ചെക്ക്. A check is an instrument in writing containing an unconditional order addressed to a banker signed by the person who has deposited money with a banker, requiring him to pay on demand a certain sum of money only to or to the order of a certain person or to the bearer of the instrument. ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത പാർട്ടിക്ക് കൊടുക്കണം എന്നുള്ള ഓർഡറാണ് ചെക്ക്. ചെക്ക് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ചെക്കിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെൻറ്റ്. ഇതൊരു റിട്ടൺ ഡോക്യുമെൻറ്റ് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ. ആരാണോ ചെക്ക് മേക്ക് ചെയ്യുന്നത്, ഡ്രോ ചെയ്യുന്നത്, അയാളുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ചെക്ക് ഈസ് ആൻ ഓർഡർ ഓഫ് ദ കസ്റ്റമർ വിത്തൗട്ട് കണ്ടീഷൻ. It is payable on demand. It must direct a certain person to pay certain sum of money only. ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത പാർട്ടിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള ഓർഡറാണ് ചെക്ക്. ദ ഡ്രോയർ ഓഫ് എ ചെക്ക് ഈസ് ഓൾവേസ് എ കസ്റ്റമർ. ചെക്കിൻ്റെ ഡ്രോയർ എപ്പോഴും ഒരു കസ്റ്റമർ ആയിരിക്കും. കാരണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ള ആളാണ് ചെക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെക്കിൻ്റെ ഡ്രോയർ എപ്പോഴും ഒരു കസ്റ്റമറാണ്. ദ ഡ്രോയി ഓൾവേസ് എ ബാങ്കർ. ബാങ്കിലാണ് ചെക്ക് മാറുന്നത്. അതുകൊണ്ട് ഡ്രോയി എപ്പോഴും ബാങ്കാണ്. ഇത്രയും കാര്യങ്ങളാണ് ചെക്കിനെ കുറിച്ച്, ചെക്കിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. അടുത്തത് പാർട്ടീസ് ഓഫ് ചെക്ക്. ചെക്ക് ഹാസ് 3 പാർട്ടീസ്. 3 പാർട്ടീസ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഡ്രോയർ, ഡ്രോയി, പേയി. ആദ്യം ഡ്രോയർ. ഡ്രോയർ ഈസ് ദ പേഴ്സൺ ഹു ഡ്രോസ് ദ ചെക്ക് ആൻഡ് ഹീ ഈസ് ദ പേഴ്സൺ ഹു ഈസ് സൈനിങ് ദ ചെക്ക്. ആരാണോ ഡ്രോ ചെയ്യുന്നത് അയാൾ സൈൻ ചെയ്യണം. ആ സൈൻ ചെയ്യുന്ന ആളെയാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ഡ്രോയി മീൻസ് ദ ഡ്രോയി ഓഫ് എ ചെക്ക് റെഫേഴ്സ് ടു എ ബാങ്ക്. യൂഷ്വലി ചെക്സ് ആർ ഡ്രോൺ ഓൺ ബാങ്ക്സ്. സാധാരണ ചെക്സ് മാറുന്നത് ബാങ്കിലാണ്. അതുകൊണ്ട് ഡ്രോയി എന്ന് പറയുന്നത് ബാങ്കാണ്. പേയി മീൻസ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഈസ് പേയബിൾ. ആർക്കാണോ പേയ്മെൻറ്റ് കിട്ടാനുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആ ആളെയാണ് പേയി എന്ന് പറയുന്നത്. പേയി ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഈസ് പേയബിൾ. അടുത്തത് ടൈപ്സ് ഓഫ് ചെക്ക്. പലതരത്തിലുള്ള ചെക്കുകളുണ്ട്. ഓരോന്ന് നോക്കാം. ആദ്യത്തേത് ഓപ്പൺ ചെക്ക്. ക്രോസ് ചെയ്യാത്ത ചെക്കുകളെയാണ് ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. അത് കൗണ്ടറിൽ കൊണ്ടു കൊടുത്താൽ മാറിക്കിട്ടും. ക്യാഷ് പേയ്മെൻറ്റ് ഈസ് അലൗഡ് അക്രോസ് ദ കൗണ്ടർ ഓഫ് ബാങ്ക്. അതാണ് ഓപ്പൺ ചെക്ക്. അടുത്തത് ബെയറർ ചെക്ക്. എ ചെക്ക് വിച്ച് ഈസ് പേയബിൾ ടു എനി പേഴ്സൺ ഹു ഹോൾഡ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഫോർ പേയ്മെൻറ്റ് അറ്റ് ദ ബാങ്ക് കൗണ്ടർ ഈസ് കോൾഡ് ബെയറർ ചെക്ക്. ബിയറർ ചെക്കും കൗണ്ടറിൽ ചെന്നാൽ ഇതിൻ്റെ ക്യാഷ് കിട്ടും. ആരാണോ ബിയർ ചെയ്യുന്നത് അയാളാണ് ആ ചെക്കിൻ്റെ ഓണർ. പേര് മെൻഷൻ ചെയ്യണമെന്നില്ല. ബെയറർ ചെക്ക് ക്യാൻ ബി നെഗോഷിയേറ്റഡ് ബൈ മിയർ ഡെലിവറി വിത്തൗട്ട് എനി എൻഡോഴ്സ്മെൻറ്റ്. ബെയറർ ചെക്ക് ഒരു എൻഡോഴ്സ്മെൻറ്റും ഇല്ലാതെ മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ചെക്കിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്യുന്നതിനെയാണ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ബെയറർ ചെക്കിന് ഒരു എൻഡോഴ്സ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല. കാരണം ബെയറർ ചെക്കിൽ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അടുത്തത് ഓർഡർ ചെക്ക്. ആൻ ഓർഡർ ചെക്ക് ഈസ് വൺ വിച്ച് ഈസ് പേയബിൾ ടു എ പർട്ടിക്കുലർ പേഴ്സൺ. ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമേ ആ ചെക്കിൻ്റെ എമൗണ്ട് കൊടുക്കുകയുള്ളൂ. അയാളുടെ പേര് ആ ചെക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ബെയറർ ചെക്ക് എന്ന് പറയുന്നത് അതിൽ പേര് വേണമെന്നില്ല. ആരുടെ കയ്യിലാണോ ചെക്കുള്ളത് അയാൾക്ക് എമൗണ്ട് കൊടുക്കും. ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തിക്ക്, ചെക്കിൽ പേരുള്ള ആൾക്ക് മാത്രമേ അതിൻ്റെ എമൗണ്ട് കൊടുക്കുകയുള്ളൂ.
The payee can transfer an order check by endorsement to another person by signing his name on the back of the check. അടുത്തത് ആൻറ്റി-ഡേറ്റഡ് ചെക്ക്. എ ചെക്ക് ബിയറിംഗ് എ ഡേറ്റ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഡ്രോയിങ് ഈസ് ആൻറ്റി-ഡേറ്റഡ് ചെക്ക്. അതായത് ചെക്കിലുള്ള ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെക്ക് മാറാൻ പോകുന്ന ദിവസത്തിന് മുമ്പുള്ള ഡേറ്റ് ആണ് ചെക്കിലുള്ളതെങ്കിൽ അത്തരം ചെക്കുകളെയാണ് ആൻറ്റി-ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. ഡേറ്റ് കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബാങ്കിൽ പോയാൽ മാറിക്കിട്ടും. പക്ഷേ 3 മാസത്തിനുള്ളിൽ പോകണം. കാരണം ഒരു ചെക്കിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 months ആണ്. 3 monthsന് ശേഷം അത് സ്റ്റെയിൽ ചെക്കായി മാറും. അതുകൊണ്ട് ചെക്കിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തന്നെ ചെക്ക് ഡ്രോ ചെയ്യണം. ഇതാണ് ആൻറ്റി-ഡേറ്റഡ് ചെക്ക്. അടുത്തത് പോസ്റ്റ്-ഡേറ്റഡ് ചെക്ക്. എ ചെക്ക് ബിയറിംഗ് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് പോസ്റ്റ്-ഡേറ്റഡ് ചെക്ക്. ഫ്യൂച്ചറിലുള്ള ഒരു ഡേറ്റ് ആണ്. അതായത് ഇന്ന് ജൂലൈ 23 ഓഗസ്റ്റ് 23 ഒരു ഡേറ്റുള്ള ചെക്കാണെങ്കിൽ അത് പോസ്റ്റ്-ഡേറ്റഡ് ചെക്ക് അല്ലെങ്കിൽ PDC ആണ്. ആ ഡേറ്റിന് ശേഷം മാത്രമേ ബാങ്ക് ആ ചെക്ക് പാസ്സാക്കുകയുള്ളൂ. എ ബാങ്ക് കനോട്ട് പാസ് എ പോസ്റ്റ്-ഡേറ്റഡ് ചെക്ക്. അടുത്തത് സ്റ്റെയിൽ ചെക്ക്. എ ചെക്ക് വിച്ച് ഈസ് ഇൻ സർക്കുലേഷൻ ഫോർ മോർ ദാൻ 3 months. ചെക്കിലുള്ള ഡേറ്റ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ അത്തരം ചെക്കുകളാണ് സ്റ്റെയിൽ ചെക്ക്. എക്സ്പയർ ആയ ചെക്കുകളാണ്, കാലാവധി കഴിഞ്ഞ ചെക്കുകളാണ്. അത്തരം ചെക്കുകൾ ബാങ്ക് പാസ്സാക്കൂല. എ ചെക്ക് വിച്ച് ഈസ് ഇൻ സർക്കുലേഷൻ ഫോർ മോർ ദാൻ 3 months, അതാണ് സ്റ്റെയിൽ ചെക്ക്. അടുത്തത് ബ്ലാങ്ക് ചെക്ക്. ഡ്രോയർ സിഗ്നേച്ചർ മാത്രം ഇട്ട്, എമൗണ്ട് കോളം വേറെ ഒരു കോളവും ഫില്ല് ചെയ്യുന്നില്ല, സിഗ്നേച്ചർ മാത്രം ഇട്ട് ഡ്രോ ചെയ്യുന്ന ചെക്കുകളാണ് ബ്ലാങ്ക് ചെക്ക്. അടുത്തത് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. എ ചെക്ക് വിച്ച് ടോൺ ഇൻ ടു പീസസ് ഈസ് കോൾഡ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. മുറിഞ്ഞ് കഷ്ണങ്ങളായ ചെക്കിനെയാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. എ ചെക്ക് വിച്ച് ടോൺ ഇൻ ടു പീസസ് ഈസ് കോൾഡ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. ഒരു ചെക്കിൻ്റെ ഇലക്ട്രോണിക് ഇമേജിനെയാണ് ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് ഒരു ചെക്കിൻ്റെ ഇലക്ട്രോണിക് ഇമേജ് ആണ്. ചെക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ. MICR ഫുൾ ഫോം മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ. MICR ഡിജിറ്റ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ചെക്ക് നമ്പർ കൂട്ടിയാണെങ്കിൽ 15, ചെക്ക് നമ്പർ അല്ലാതെ 9 നമ്പറാണുള്ളത്. ചെക്ക് നമ്പർ കഴിഞ്ഞുള്ള 9 നമ്പറിൽ ആദ്യത്തെ 3 നമ്പർ സൂചിപ്പിക്കുന്നത് സിറ്റി കോഡിനെയാണ്, അടുത്ത 3 നമ്പർ ബാങ്ക് കോഡിനെ സൂചിപ്പിക്കുന്നു, ലാസ്റ്റ് 3 നമ്പർ സൂചിപ്പിക്കുന്നത് ബാങ്കിൻ്റെ ബ്രാഞ്ച് കോഡിനെയാണ്. അതായത് MICR ഡിജിറ്റിൽ ആദ്യത്തെ 6 നമ്പർ സൂചിപ്പിക്കുന്നത് ചെക്ക് നമ്പറാണ്, അടുത്ത 3 സിറ്റി കോഡിനെ സൂചിപ്പിക്കുന്നു, നെക്സ്റ്റ് 3 ബാങ്ക് കോഡിനെ സൂചിപ്പിക്കുന്നു, ലാസ്റ്റ് 3 നമ്പേഴ്സ് ബ്രാഞ്ച് കോഡിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് ക്രോസിംഗ് ഓഫ് ചെക്ക്. എന്താണ് ക്രോസിംഗ്? എന്തിനു വേണ്ടിയാണ് ക്രോസ് ചെയ്യുന്നത്? ക്രോസിംഗ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ഗിവൻ ടു ദ പേയിങ് ബാങ്കർ ടു പേ ദ എമൗണ്ട് ഓഫ് ചെക്ക് ത്രൂ എ ബാങ്കർ ഉള്ളി ആൻഡ് നോട്ട് ഡയറക്ട്ലി ടു ദ പേഴ്സൺ പ്രസൻറ്റിംഗ് ഇറ്റ് അറ്റ് ദ കൗണ്ടർ. ക്രോസിംഗ് എന്ന് പറയുന്നത് പേയിങ് ബാങ്കർക്കുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. അതായത് ചെക്ക് കൊണ്ടുവരുന്ന ആളുടെ കയ്യിൽ ക്യാഷ് കൊടുക്കരുത്, അക്കൗണ്ട് ത്രൂ മാത്രമേ കൊടുക്കാവൂ എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. Crossing on a check is intended to ensure that its payment is made to the right payee. കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാണ് ഈ ചെക്ക് എമൗണ്ട് കിട്ടുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് ക്രോസ് ചെയ്യുന്നത്. ഈ ക്രോസിംഗ് ഫസ്റ്റ് ഒറിജിനേറ്റ് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 123 മുതൽ 131 വരെ ക്രോസിംഗുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ക്രോസിംഗ് 2 തരത്തിലുണ്ട്, ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും. ആദ്യം ജനറൽ ക്രോസിംഗ്. വെൻ അക്രോസ് ദ ഫേസ് ഓഫ് ചെക്ക് 2 ട്രാൻസ്വേഴ്സ് പാരലൽ ലൈൻസ് ആർ ഡ്രോൺ അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ എലോങ് വിത്ത് ദ വേർഡ്സ് ആൻഡ് കമ്പനി ബിറ്റ്വീൻ ദ 2 ലൈൻസ് വിത്ത് ഓർ വിത്തൗട്ട് യൂസിങ് ദ വേർഡ് നോട്ട് നെഗോഷ്യബിൾ. അതായത് ചെക്ക് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ചെക്കിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലോ ചെക്കിൻ്റെ ഫേസിലോ 2 പാരലൽ ലൈൻസ് വരയ്ക്കുന്നതാണ് ചെക്ക് ക്രോസ് ചെയ്യാന്ന് പറയുന്നത്. ഇനി ആ ലൈൻസിൻ്റെ ഉള്ളിൽ ആൻഡ് കമ്പനി, അക്കൗണ്ട് പേയി, നോട്ട് നെഗോഷ്യബിൾ എന്നീ വാക്കുകൾ എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം. ഈ വാക്കുകൾ എഴുതാതെ 2 ലൈൻ മാത്രം വരയ്ക്കുകയാണെങ്കിലും അത് ക്രോസ്ഡ് ചെക്കാണ്. ഇത്തരം ക്രോസിംഗ് ആണ് ജനറൽ ക്രോസിംഗ്. 2 ട്രാൻസ്വേഴ്സ് പാരലൽ ലൈൻ വരയ്ക്കുകയോ ആ ലൈൻ്റെ ഉള്ളിൽ ആൻഡ് കമ്പനി, അക്കൗണ്ട് പേയി, നോട്ട് നെഗോഷ്യബിൾ ഇതിലേതെങ്കിലും ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ജനറൽ ക്രോസിംഗ് ആണ്. സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ
ബാങ്കിൻ്റെ പേര് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഈ 2 ലൈൻ വരച്ച് അതിൻ്റെ ഉള്ളിൽ ബാങ്കിൻ്റെ പേര് എഴുതാം. ലൈൻസ് ഇല്ലാതെയും ബാങ്കിൻ്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. The check bears across the face an addition of the banker's name with or without the word not negotiable. ബാങ്കിൻ്റെ പേരുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. The paying banker will pay the amount of check only to the banker whose name appears in the crossing or to his collecting agent. അപ്പോൾ ഈ പേയിങ് ബാങ്കർ ചെക്കിൽ എഴുതിയിരിക്കുന്ന ആ ബാങ്കിലേക്ക് മാത്രമേ ഈ ചെക്ക് എമൗണ്ട് കൊടുക്കുകയുള്ളൂ. ഇതാണ് ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും. സ്പെഷ്യൽ ക്രോസിങ്ങിൽ ബാങ്കിൻ്റെ പേര് എഴുതിയിരിക്കണം. 2 ട്രാൻസ്ഫേഴ്സ് ലൈൻസ് ആർ നോട്ട് നെസസറി. ദ നെയിം ഓഫ് ദ ബാങ്കർ മസ്റ്റ് ബി നെസസറിലി സ്പെസിഫൈഡ് അക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക്. ഒരു ഓപ്പൺ ചെക്കിനേക്കാളും, അതായത് ക്രോസ് ചെയ്യാത്ത ഒരു ചെക്കിനേക്കാളും സേഫാണ് ക്രോസ് ചെയ്ത ചെക്ക്. ക്രോസ് ചെയ്ത ചെക്കിൽ തന്നെ സ്പെഷ്യലി ക്രോസ്ഡ് ആണെങ്കിൽ അത് മോർ സേഫാണ്. സ്പെഷ്യലി ക്രോസ്ഡ് ചെക്സ് ആർ മോർ സേഫ് ദാൻ എ ജനറലി ക്രോസ്ഡ് ചെക്ക്. അക്കൗണ്ട് പേയി ക്രോസിംഗ്, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്നൊക്കെ പറയുന്നത് ഈ 2 ലൈൻ്റെ ഉള്ളിൽ അക്കൗണ്ട് പേയി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ്. നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആണ്. ദ സേഫസ്റ്റ് ഫോം ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ്. ദ സേഫസ്റ്റ് ഫോം ഓഫ് ക്രോസിംഗ് ഈസ് അക്കൗണ്ട് പേയി ക്രോസിംഗ്. ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാൽ, 2 പാരലൽ ലൈൻ ഈസ് കമ്പൽസറി ഫോർ ജനറൽ ക്രോസിംഗ്. ജനറൽ ക്രോസിങ്ങിന് ഈ പാരലൽ ലൈൻസ് കമ്പൽസറി ആണ്. എന്നാൽ സ്പെഷ്യൽ ക്രോസിങ്ങിൽ ഈ പാരലൽ ലൈൻസ് കമ്പൽസറി അല്ല, ബാങ്കിൻ്റെ പേരാണ് കമ്പൽസറി ആയിട്ട് വേണ്ടത്. സ്പെഷ്യൽ ക്രോസ്ഡ് ചെക്ക് ജനറൽ ക്രോസ്ഡ് ചെക്കിനേക്കാളും കൂടുതൽ സേഫാണ്. പിന്നെ ജനറൽ ക്രോസ്ഡ് ചെക്കിനെ സ്പെഷ്യൽ ക്രോസ്ഡ് ചെക്കിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ സ്പെഷ്യൽ ക്രോസിങ്ങിനെ ഒരിക്കലും ജനറൽ ക്രോസിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. ജനറൽ ക്രോസിങ്ങിൽ 2 വര മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ ഉള്ളിൽ ബാങ്കിൻ്റെ പേര് എഴുതിയാൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആയി. അതുകൊണ്ട് ജനറൽ ക്രോസിങ്ങിനെ സ്പെഷ്യൽ ക്രോസിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നാൽ സ്പെഷ്യൽ ക്രോസിങ്ങിനെ ജനറൽ ക്രോസിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. അടുത്തത് ഡബിൾ ക്രോസിംഗ്. വെൻ എ ചെക്ക് ബിയേഴ്സ് 2 സ്പെഷ്യൽ ക്രോസിംഗ് ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ ക്രോസിംഗ്. 2 സ്പെഷ്യൽ ക്രോസിംഗ്, അതായത് 2 ബാങ്കിൻ്റെ പേരുണ്ട് എങ്കിൽ അതിനെയാണ് ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇൻ ഡബിൾ ക്രോസിംഗ് സെക്കൻഡ് ബാങ്ക് ആക്ട് ആസ് ആൻ ഏജൻറ്റ് ഓഫ് ദ ഫസ്റ്റ് കളക്ടിംഗ് ബാങ്കർ. രണ്ടാമത്തെ ബാങ്ക് ഫസ്റ്റ് ബാങ്കിൻ്റെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. സെക്ഷൻ 127 ഡബിൾ ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്നത്. When a check bears 2 special crossing, it is called double crossing. അടുത്തത് മാർക്കിംഗ് ഓഫ് ചെക്ക്. മാർക്കിംഗ് ഓഫ് ചെക്ക് മീൻസ് സർട്ടിഫൈങ് എ ചെക്ക് ഗുഡ് ഫോർ പേയ്മെൻറ്റ്. ഗുഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നതിനെയാണ് ചെക്കിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. മാർക്കിംഗ് ഓഫ് എ ചെക്ക് ഈസ് ഡൺ ഓൺ ദ റിക്വസ്റ്റ് ഓഫ് അനദർ ബാങ്കർ. ഇൻ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് മാർക്കിംഗ് ഈസ് നോട്ട് വാലിഡ്. പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ മാർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഡേറ്റ്, ഫ്യൂച്ചറിലെ ഡേറ്റ് ആയിരിക്കും ആ ചെക്കിൽ ഉണ്ടാവുക. അത്തരം ചെക്കുകൾ മാർക്ക് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ മാർക്ക് ചെയ്ത ചെക്കുകൾ ഡ്രോയർക്ക് കൗണ്ടർ മാൻഡ് ചെയ്യാനും കഴിയില്ല. കൗണ്ടർ മാൻഡിങ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് കൗണ്ടർ മാൻഡിങ് എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നത് ഡ്രോയർക്കാണ്. പക്ഷേ മാർക്ക്ഡ് ചെക്കാണെങ്കിൽ ഡ്രോയർക്കും ചെക്കിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അടുത്തത് ഹൂ ക്യാൻ ക്രോസ് എ ചെക്ക്. ആർക്കൊക്കെയാണ് ഒരു ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയുന്നത്? ആസ് പെർ സെക്ഷൻ 125 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ദ ഫോളോവിങ് പേഴ്സൺസ് ആർ ഓതറൈസ്ഡ് ടു ക്രോസ് എ ചെക്ക്. സെക്ഷൻ 123 പറയുന്നത് ജനറൽ ക്രോസിങ്ങിനെ കുറിച്ചാണ്. 124 പറയുന്നു സ്പെഷ്യൽ ക്രോസിംഗ്. 125 പറയുന്നു ഹൂ ക്യാൻ ക്രോസ് എ ചെക്ക്. ആർക്കൊക്കെയാണ് ഒരു ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയുന്നത്? ഒന്നാമത്തേത് എ ചെക്ക് മേ ബി ക്രോസ്ഡ് ബൈ ദ ഡ്രോയർ. ഡ്രോയർക്ക് ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ ക്രോസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹോൾഡർ ഓഫ് ദ ചെക്ക്. ചെക്കിൻ്റെ ഹോൾഡർക്കും, ഏതൊരു ഹോൾഡർക്കും ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയും. ക്രോസ് ചെയ്യാത്തൊരു ചെക്കാണ് ഒരാളുടെ കയ്യിലുള്ളതെങ്കിൽ അയാൾക്ക് ആ ചെക്കിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ 2 ലൈൻ വരക്കുന്നതിനോ അല്ലെങ്കിൽ ഫേസിൽ 2 ലൈൻ വരയ്ക്കാനോ അതിൻ്റെ ഉള്ളിൽ ആൻറ്റി കമ്പനി, അക്കൗണ്ട് പേയി, നോട്ട് നെഗോഷ്യബിൾ അല്ലെങ്കിൽ ബാങ്കിൻ്റെ പേര് ഒക്കെ എഴുതാൻ കഴിയും. അതുകൊണ്ട് ചെക്കിൻ്റെ ഹോൾഡർക്കും ചെക്ക് ക്രോസ് ചെയ്യാം. മൂന്നാമത്തേത് ദ കളക്ടിംഗ് ബാങ്കർ. ചെക്കിലെ എമൗണ്ട് അക്കൗണ്ട് ത്രൂ മതി എന്ന് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ബാങ്കിനും ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയും. ഇനി എന്താണ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ്?
ഈ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇഫ് ദ ക്രോസിംഗ് ഓൺ എ ചെക്ക് ഈസ് ക്യാൻസൽഡ് ഇറ്റ് ഈസ് കോൾഡ് ഓപ്പണിംഗ് ഓഫ് ദ ക്രോസിംഗ്. ആർക്കാണ് ചെക്കിൻ്റെ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നത്? ഓൺലി ദ ഡ്രോയർ ഓഫ് ദ ചെക്ക് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഓപ്പൺ ദ ക്രോസിംഗ് ഓഫ് ചെക്ക് by writing the words pay cash and cancelling the crossing along with the full signature of the drawer. ക്രോസിംഗ് ക്യാൻസൽ ചെയ്ത് പേ ക്യാഷ് എന്ന് എഴുതി ഫുൾ സിഗ്നേച്ചറും ഇട്ടാൽ ഡ്രോയർക്ക് ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാം. ഡ്രോയർക്ക് മാത്രമേ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. അടുത്തത് മെറ്റീരിയൽ ഓൾട്രേഷൻ. എന്താണ് മെറ്റീരിയൽ ഓൾട്രേഷൻ? Any material alteration made in the check without the consent of the drawer makes the check invalid. ഡ്രോയറുടെ കൺസെൻറ്റ് ഇല്ലാതെ ചെക്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുന്നതിനെയാണ് ഓൾട്രേഷൻ എന്ന് പറയുന്നത്. ആ തിരുത്തലുകൾ ചെക്കിൻ്റെ ഫണ്ടമെൻ്റൽ ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് മെറ്റീരിയൽ ഓൾട്രേഷൻ. ഓൾട്രേഷൻ ഓഫ് ദ ഫോളോവിങ് ഐറ്റംസ് വിൽ ബി റിഗാർഡഡ് ആസ് മെറ്റീരിയൽ ഓൾട്രേഷൻ: ഓൾട്രേഷൻ ഓഫ് ദ ഡേറ്റ് ഓഫ് ചെക്ക്, ഓൾട്രേഷൻ ഓഫ് ദ എമൗണ്ട് പേയബിൾ, alteration of the name of the payee, alteration of crossing, alteration of place of payment, alteration of the word or order or bearer. ഈ കാര്യങ്ങളിലൊക്കെയാണ് ഓൾട്രേഷൻ വരുന്നത്. ഓൾട്രേഷൻ ചെയ്യാം, അത് ഡ്രോയർക്ക് മാത്രം. ഡ്രോയറുടെ ഫുൾ സിഗ്നേച്ചർ കൂടി അതിൽ ഉണ്ടായിരിക്കണം. ഓൾ മെറ്റീരിയൽ ഓൾട്രേഷൻ ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ ദ ഫുൾ സിഗ്നേച്ചർ ഓഫ് ദി ഡ്രോയർ. ഇനി ഇമ്മെറ്റീരിയൽ ഓൾട്രേഷൻ എന്താണ്? ഓൾട്രേഷൻ ഡസ് നോട്ട് അഫക്ട് ദ ഫണ്ടമെൻ്റൽ ക്യാരക്ടർ ഓഫ് ദ ചെക്ക്, ഇറ്റ് ഈസ് കോൾഡ് ഇമ്മെറ്റീരിയൽ ഓൾട്രേഷൻ. ചെക്കിൽ എന്തെങ്കിലും ഒരു തിരുത്തൽ വരുത്തി, പക്ഷേ അത് മനസ്സിലാവുന്നില്ല, വിസിബിൾ അല്ല, അതിനെ ഇമ്മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറയാം. എക്സാമ്പിൾസ്: altering a bearer check into order check, alteration made with the consent of parties, altering a generally crossed check into specially crossed check, the drawer of check omits to use the word or order in the check. ഈ കാര്യങ്ങളൊന്നും ചെക്കിൻ്റെ ഫണ്ടമെൻ്റൽ ക്യാരക്ടറിനെ ബാധിക്കുന്നില്ല, ചെക്ക് ഇൻവാലിഡ് ആവില്ല. ഇതാണ് മെറ്റീരിയൽ ഓൾട്രേഷനും ഇമ്മെറ്റീരിയൽ ഓൾട്രേഷനും. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയ ചെക്കിനെ കുറിച്ചാണ്. ചെക്ക്, ടൈപ്പ് ഓഫ് ചെക്ക്, ഫീച്ചേഴ്സ്, ക്രോസിംഗ്, ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ്, മെറ്റീരിയൽ ഓൾട്രേഷൻ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.